വയനാട് പനമരം നെല്ലിയമ്പത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റി 12 മണിക്കൂറോളം നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കൊമ്പന്മാരെ തുരത്താനായത്. ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്നലെ രാവിലെയാണ് കണിയാമ്പറ്റ പഞ്ചായത്തിലെ കാവടം ഭാഗത്ത് സ്വകാര്യ തോട്ടത്തിൽ കാട്ടാനക്കൂട്ടത്തെ പ്രദേശവാസികൾ കാണുന്നത്. ജനവാസ മേഖലയായതിനാൽ കാട്ടാനകളെ പനമരം ബത്തേരി റോഡ് കടത്തി നെല്ലിയമ്പം ഭാഗത്തുള്ള തോട്ടത്തിൽ എത്തിക്കുകയായിരുന്നു. 8 കിലോമീറ്ററിലധികം ചുറ്റളവിൽ ജനവാസ മേഖലയിലടക്കം വലിയ ഭീതിയാണ് കാട്ടാനക്കൂട്ടം സൃഷ്ടിച്ചത്. പടക്കം പൊട്ടിച്ചു തുരത്താനുള്ള ശ്രമം ആദ്യം വിജയം കണ്ടില്ല. ഉച്ചകഴിഞ്ഞ് കാപ്പിത്തോട്ടത്തിൽ നിന്ന് മാത്തൂർ വയലിലൂടെ ആനകളെ ഓടിച്ച് പുറത്തെത്തിച്ചു. 4 മണിയോടെ നെല്ലിയമ്പം ഭാഗത്ത് നിന്ന് തുരത്തി. എന്നാൽ അമ്മാനി ഭാഗത്തെ കാപ്പിത്തോട്ടത്തിൽ നിലയുറപ്പിച്ച 2 കാട്ടാനകളെ വൈകിട്ട് 5 മണിയോടെയും 3ാമത്തെ കാട്ടാനയെ 6 മണിയോടെയും വനത്തിലേക്ക് തുരത്തി. കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിനെ തുടർന്ന് മാത്തൂർ, പനമരം, പുഞ്ചവയൽ, നടവയൽ, നെല്ലിയമ്പം എന്നിവിടങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. തോട്ടങ്ങൾക്കിടയിൽ കാട് വളരുന്നത് വെല്ലുവിളിയാണെന്നും ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ച് കാട്ടാനയുടെ വരവ് പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചെതലത്ത് റേഞ്ച് ഓഫീസർ രാജീവ് കുമാർ പറഞ്ഞു. എല്ലാ ആനകളും തിരിച്ച് കാട്ടിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആശ്വാസമായിട്ടുണ്ട്. നമ്മൾക്കും ഒപ്പം നാട്ടുകാർക്കും. തിരിച്ചു വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തും. പക്ഷെ ആനകൾ ഇനിയും തിരിച്ചു വന്നേക്കാം. അപ്പം പിന്നെയും ഇതേപോലുള്ള ഓപ്പറേഷനുകൾ നടത്തേണ്ടതായി വന്നേക്കാം. അപ്പം ആ ഭാഗങ്ങളിലൊക്കെ, ഇറങ്ങുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ താൽക്കാലിക ഫെൻസിങ്ങുകൾ നിർമ്മിക്കുന്നുണ്ട്. ആനകളെല്ലാം പാതിരി റിസർവ് വനത്തിലേക്ക് തിരികെ കയറിയിട്ടുണ്ടെങ്കിലും വീണ്ടും ജനവാസ മേഖലയിലെത്താനുള്ള സാധ്യതയുണ്ട്. പ്രദേശത്ത് വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, വയനാട്.